ഓസ്ട്രേലിയയിലുള്ളൊരു കസ്റ്റമറിൻ്റെ എൻക്വയറി ആയിരുന്നു കേട്ടോ ഇത്. ഈ ഒരു വീഡിയോ അയച്ചിട്ട് ഇതുപോലെ സെയിം ചെയ്ത് തരാൻ പറ്റുമോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ വീഡിയോസ് ഒന്നും കൂടെ ഏത് പേജിൽ നിന്നാന്നൊക്കെ നോക്കിയപ്പോൾ ഈ ഒരു പേജിൽ നിന്നാണ് കേട്ടോ അതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്, എക്സാക്റ്റ് ലുക്ക് വരുന്നത്. അപ്പോൾ ഇതൊരു ബോൾ ഫ്രോക്കാണ്. അതിൽ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ബിഗ് സൈസിലുള്ള ബോയും പിന്നെ അതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ വരുന്ന കട്ടിങ്സും പിന്നെ സിബിന് പകരം നമുക്ക് ആ ഒരു ടേയും കൂടെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ സെയിം എക്സാക്റ്റ് ഫാബ്രിക്സും കളേഴ്സൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഗ്ലിറ്റർ ഫാബ്രിക്സ് കസ്റ്റമറിന് അത്ര ഇഷ്ടമായിട്ടില്ല. അപ്പോൾ ഈ ഒരു നമ്മളിപ്പോൾ ട്രെൻഡിങ് ആയിട്ട് കൊണ്ടിരിക്കുന്ന ഈ ഒരു ഫാബ്രിക്സ് ഉണ്ടല്ലോ, അതിലാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ സെൽഫായിട്ട് നമുക്ക് ആ ഒരു ഷൈനിങ് വരുന്നൊരു നെറ്റ് ഫാബ്രിക്കാണ്. അപ്പം നമ്മൾ കളേഴ്സും ഫോട്ടോസും വീഡിയോസൊക്കെ കസ്റ്റമറിന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഷെയ്ഡ് എനിക്ക് തോന്നുന്നു കുറച്ചൊരു ചില്ലി റെഡ് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മളങ്ങനെ ഫാബ്രിക്സൊക്കെ വന്നു, നമ്മൾ കട്ടിങ്ങൊക്കെ ചെയ്ത്. അപ്പോൾ നമ്മൾ നെറ്റ് ഫാബ്രിക്കാണ് കേട്ടോ ഇൻസൈഡ് ചെയ്തിട്ടുള്ളത്, നെറ്റ് ഫാബ്രിക്കിലാണ് വരുന്നത്. അപ്പം നമ്മൾ ബാക്ക് സൈഡിൽ ആ ടൈ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്കിതുപോലെയാണ് ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് കാണുന്നതിന് മുമ്പ് നമ്മൾ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. നമ്മൾ ഒരുപാട് റീൽസും ടിപ്സും കാര്യങ്ങളൊക്കെ അതിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡെയിലി അപ്ഡേറ്റ്സൊക്കെ ഫസ്റ്റ് വരുന്നത് ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെയാണ് കേട്ടോ. അപ്പം അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് ആ ഒരു ഫിനിഷിങ്ങിലേക്ക് വരാൻ വേണ്ടി. നമ്മളതിന് മാച്ചിങ് ആയിട്ടുള്ളൊരു ഹെയർ ബാൻഡും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബിഗ് സൈസിലുള്ളൊരു ബോ ബാക്ക് സൈഡിലായിട്ടുള്ള ബോ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 3 ലെയേഴ്സായിട്ട് നമ്മൾ ആ ബോണിങ് നെറ്റ് വരുന്ന നെറ്റ് ഫാബ്രിക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഈ ഒരു ലുക്ക് നമ്മൾ ആ ഒരു റെഫറൻസ് പിക്കിൽ തന്നിട്ടുള്ളത് പോലെ ആയിട്ടുണ്ടോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ ആ ഒരു ഫാബ്രിക് എനിക്ക് തോന്നുന്നു നമ്മൾ ഗ്ലിറ്റർ നെറ്റ് എടുക്കുന്നതിനേക്കാളും ഈ ഒരു ഫാബ്രിക് എടുത്തതാണ് കുറച്ചും കൂടെ ഭംഗിയായിട്ടുള്ളത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളതെന്ന് കമൻറ്റ് ചെയ്യണേ. താങ്ക് യു.